ഇവളെ ഒരു വായില നാവുകൊണ്ട് ഇവളോടൊന്നും തൊട്ട് അങ്ങോട്ട് പറയാനും പറ്റില്ല. ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെ, വലുതായപ്പോഴും ഒരു മാറ്റമില്ല. നിന്റെ വളർത്തുദോഷം അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. ഞാൻ ആന്റീനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചതേ ഉള്ളൂ, ഞാൻ അവിടെ നിന്നോട്ടെ, അമ്മായി ചെയ്യുന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കലാണ്. അപ്പൊ ആന്റി പറഞ്ഞ അമ്മായി ആകെ ചെയ്യുന്നത് ചാരി കസാരയിൽ ഇരിക്കല. അപ്പൊ പിന്നെ ഞാൻ അത് കണ്ടുപിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ആന്റി അങ്ങോട്ട് പറയല്ലേ, ഞാൻ ചാരി കസാരയിൽ അങ്ങ് ചാരി ഇരിക്കുകയാണ്. ആ വീട്ടിലെ എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കും. പിന്നെ നിന്റെ അതേ സ്വഭാവം തന്നെ ഏകദേശം നോക്കും. പിന്നെ ഓള അങ്ങനെ അല്ലാണ്ട് പിന്നെ വേറെ എന്തേലും പറയും. അമ്മ ചായ എടുക്ക. ഇപ്പോഴും അമ്മയോട് ചായ എടുക്കാൻ ഓർഡർ ഇട്ട് ഇങ്ങോട്ട് ഇരുന്നോ. അവിടെ ചെല്ലുമ്പോ അമ്മായിമ്മ വരില്ല അതുപോലെ ചായ എടുക്കാൻ. ഒരു ചായയൊക്കെ ഇട്ട് പഠിക്ക്. ഞാനതിന് കുക്കറി ഷോയ്ക്കൊന്നുമല്ലല്ലോ പോകുന്നത്, കല്യാണം കഴിച്ചല്ലേ പോകുന്നത്. അത്യാവശ്യം ചായ വെക്കാനൊക്കെ എനിക്കറിയാം. എന്ത് ചോദിച്ചാൽ ഈ കുട്ടി ഇങ്ങനെയേ പറയുള്ളൂ. നീ പോയിട്ടാ സ്വർണ്ണമൊക്കെ ഒന്ന് നോക്കട്ടെ. ഏതൊക്കെ ഡിസൈൻ എടുത്തത്? സ്വർണ്ണമൊക്കെ ലോക്കറിൽ തന്നെ അങ്ങോട്ട് വെച്ചു കൊടുക്കും. ലോക്കറിലോ? ഇനിയിപ്പോ ആകെ ഒരാഴ്ച കല്യാണത്തിനുള്ളപ്പോ പിന്നെ ലോക്കറിൽ വെച്ചത് എന്തിനാ? ഇതുപോലെ ആരെങ്കിലൊക്കെ വരുമ്പോ ഇങ്ങനെ ഫുൾ ടൈം പിന്നെ അഭിപ്രായം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞേ അതൊന്നും ഇപ്പൊ എടുക്കണ്ടെന്നുള്ളത്. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നീ ഒന്നും മാത്രം പോയുള്ളൂ കേട്ടല്ലോ. ഈ കല്യാണം ആവുന്നതിന് മുന്നേ ഇതുങ്ങളെ രണ്ടുപേരും മാത്രം വിടേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാനും ഓനും അല്ലാണ്ട് പിന്നെ അമ്മേനെ കൂടെ വിടാൻ പറ്റുമോ? എന്തെങ്കിലും ആട്ടെ. പിന്നെ എനിക്കെടുത്ത് സാരി ഒന്ന് നോക്കട്ടെ. ബ്ലൗസ് ഒക്കെ അടിക്കണ്ടേ, ഇനി എന്തൊക്കെ എടുത്തിട്ട് വന്നേന്ന് ആർക്കറിയാം. എടുത്തിട്ട് വന്ന് നോക്കട്ടെ. അമ്മായിക്കൊന്നും എടുത്തില്ല. അല്ല, അമ്മായിക്ക് നമ്മൾ എടുക്കുന്നൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മായിയുടെ ഇഷ്ടത്തിന് അങ്ങ് എടുത്തോട്ടെ. അത് ശരി. എന്നാ പിന്നെ അതിനുള്ള പൈസ ഇങ്ങ് തന്നാ മതി. അമ്മായിക്ക് അങ്ങോട്ട് പൈസ ഒന്നും ചെലവാക്കുന്ന ഇഷ്ടമല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മായിയുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് അങ്ങോട്ട് മേടിച്ചോളൂ അമ്മയുടെ ഇഷ്ടത്തിനാണ്. അതുകൊണ്ട് അല്ലെങ്കിലും ഇപ്പം എനിക്ക് സാരിയുടെ ആവശ്യമൊന്നുമില്ല. ഇഷ്ടമാതിരി ഇരിപ്പുണ്ട്. എന്ത് ചോദിച്ചാലും ഈ പിന്നെ തർക്കുത്തരം പറയുന്ന നിർത്തിക്കോ. അവിടെ ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എവിടെ നിന്ന് കിട്ടി ഈ സ്വഭാവം? എല്ലാരും പറയും എനിക്ക് അമ്മയുടെ അതേ സ്വഭാവമാണ്. എപ്പോഴും എന്ത് ചോദിച്ചാലും തർക്കുത്തരം പറയുന്നു. അമ്മ എപ്പോഴും അത് തന്നെയാ പറയല്. ഇനി അതും എന്റെ തലയിലേക്ക് കേട്ടോ. എന്തെന്നാ എന്റെ റൂമൊക്കെ കിടക്കുന്നത്. എന്റെ അമ്മേനെ പോലെ ഒരു വൃത്തിയില്ല നമുക്ക്. ശരിയാ. അച്ഛൻ ഇപ്പോഴും ഇവിടെ പറയുന്നുണ്ട് അമ്മയ്ക്ക് തീരെ വൃത്തിയില്ല, ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് വൃത്തി പഠിച്ചേ. അതിനെങ്ങനെയാ അമ്മയുടെ കൂടെ വന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ വൃത്തി പഠിക്കാം. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ.